പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ കാന്താരിമുളക് ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് പച്ചച്ചെമ്മീൻ വാങ്ങിയിരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ നല്ലൊരു തേങ്ങ അരച്ചുള്ള ഒരു കറി ഉണ്ടാക്കാം ഇന്നത്തെ ഉച്ചത്തേക്ക്. അപ്പോൾ ഈ മുളകൊന്ന് നമുക്ക് ഒന്ന് രണ്ടാക്കി പൊളന്നിടണേ. കാന്താരി മുളകാണ്, നല്ല എരിവൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ മുളകൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം മൂത്ത നോക്കി ഞാൻ 5-6 പറിച്ചെടുത്തതാണ്. അപ്പോൾ അതൊന്ന് കീറിയിടാം. വലിയ സൈസ് കാന്താരിയാണ്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിത് വേവാനുള്ള വെള്ളവും കൂടെ വെക്കണേ. വെള്ളം കൂടിയാലും കുഴപ്പമില്ല, കുമ്പളങ്ങ ഇടേണ്ടതാലോ. നമുക്കിത് അടപ്പത്തേക്ക് വെക്കാം. ഉപ്പിട്ടിട്ടില്ല, തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പിടാം. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ കുമ്പളങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. കുമ്പളങ്ങ ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. ഒരെണ്ണം എടുത്താലാണ് ഒരു കറിക്കുള്ളൂ, എന്നാലും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാലോ. നമുക്കിതൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം. ഇപ്പോൾ ഈ സമയത്ത് കുമ്പളങ്ങ ഉണ്ടാവുക, പക്ഷേ ഇപ്പോൾ ഈ മഴ പെയ്യുന്നത് കൊണ്ടാണ്. ഇടയ്ക്ക് മഴ പെയ്യാതിരുന്നല്ലോ, അപ്പോൾ ഒരു മഞ്ഞൊക്കെ ഉണ്ടായപ്പോൾ കുമ്പളങ്ങ നല്ലതുപോലെ പൂത്തായിരുന്നു. ആ സമയത്തുണ്ടായതാണ് ഇത്. ഇപ്പോൾ ഈ മഴ പെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്നതൊക്കെ ചീഞ്ഞു പോവുക, സൺസൈഡിലാലോ. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കുമ്പം അങ്ങോട്ട് പോകും. നമുക്കിത് തൊണ്ട് നല്ലതുപോലെ ചെത്തിയെടുക്കാം. ഉള്ള സ്ഥലത്തൊക്കെ എല്ലാവരും ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വിഷമടിക്കാത്ത പച്ചക്കറി. ഇപ്പോൾ പച്ചക്കറിക്കാണെങ്കിൽ തീ പിടിച്ച വിലയാണ്. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കറിക്കൊക്കെയായേ. അപ്പോൾ ഇത് ചെറുതാക്കിയാണ് അരിയണത് കേട്ടോ. ഇതുപോലെ അരിഞ്ഞാൽ മതി. പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ ഉള്ള സമയത്തൊക്കെ പറമ്പിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ വെച്ചാലോ ഈ മഴയൊക്കെ പിടിക്കുമ്പം കറിക്കൊക്കെ ഉണ്ടാക്കുന്നത്. താള്, ഇതേപോലെയുള്ള കറികളൊക്കെയാണ് അന്നുണ്ടാക്കുന്നത്, നാടൻ രീതിയിലുള്ള. താളും പരിപ്പും തേങ്ങ അരച്ച് വെക്കും. അതേപോലെ തന്നെ താളും ഇതേപോലെ ഈ പൊടി ചെമ്മീൻ കിട്ടുമ്പം തേങ്ങ അരച്ച് ഇങ്ങനെ വെച്ച് കടുക് വറക്കും. ഉണ്ട്, ഇതേപോലെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകി നമ്മുടെ ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്, കുടംപുളി. അപ്പോൾ അത് ഈ കുമ്പളങ്ങ വെന്തതിന് ശേഷം ഇട്ടാൽ മതിയേ, അല്ലെങ്കിൽ കുമ്പളങ്ങ വേകാതെ കിടക്കും പുളി ചെല്ലുമ്പോഴത്തേനും. ഇനി നമുക്കിതിൽ ഉപ്പിട്ടിട്ടില്ല, ആവശ്യത്തിന് ഉപ്പും കൂടി ഇടണേ. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം വെള്ളവും കൂടെ ഒഴിക്കണേ, ഈ കുമ്പളങ്ങ വേവാനുള്ള വെള്ളവും കൂടെ. എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് നമുക്കിത് മൂടി വെക്കാം. ഇനി ഇത് നല്ലതുപോലെ വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങയൊന്ന് അരച്ചെടുക്കണം. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണേ. അപ്പം ഞാൻ ഒരു കൊത്തു തേങ്ങ ഉണ്ടായിരുന്നേ, അതിൻ്റെ ആ പുറത്തെ ചുമപ്പ് നിറമൊക്കെ ഞാൻ ചെത്തിക്കളഞ്ഞ് എന്നിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് അടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പം നല്ലപോലെ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുമ്പളങ്ങ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഉപ്പ് പോരാതെ വരുവേ, അത് നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്നും കൂടി ഒന്ന് മൂടി വെക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കാം. വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം പുളി, അത് ഞാനൊന്ന് കീറിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, കുടംപുളി. എന്നിട്ടൊന്നും കൂടെ തിളക്കട്ടെ. അപ്പം നമുക്ക് നോക്കാം.
നല്ലപോലെ തിളച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പുളി അവസാനം ഇത് പുളി കൂടുതലാണെങ്കിൽ കോരി മാറ്റിയാൽ മതിയേ. ഇതിപ്പോൾ ചെറിയ പുളിയല്ലേ ഇട്ടേക്കണത്. അപ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ജാറിൽ അല്പം വെള്ളം ഒഴിച്ചൊന്ന് കഴുകി ഒഴിക്കണേ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. ഒത്തിരി അങ്ങോട്ട് നീണ്ടു പോകണ്ട, നല്ല കുറുകിയിരിക്കുന്ന ആ ഒരു പരുവത്തിൽ വേണേ എടുക്കാനായിട്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കണം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണേ എടുക്കാനായിട്ട്. ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഒരല്പം കുറവുണ്ട്. അപ്പോൾ ആ കാന്താരി മുളകിൻ്റെ എരിവും കുടംപുളിയുടെ പുളിയും ആ ഉപ്പും എല്ലാം കൂടെ വന്നപ്പോൾ ആ ചെമ്മീത്തിനും നല്ലൊരു രുചിയാണ്, ചെമ്മീത്തിനും കുമ്പളങ്ങയ്ക്കും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ. ഇങ്ങനെയുള്ള കറിയൊക്കെ കൂട്ടുമ്പം നമ്മുടെ അമ്മമാരെയാണ് ഓർമ്മ വരുന്നത്. ഇനി നമുക്കിതൊന്ന് കടുക് വറുക്കണം. വെളിച്ചെണ്ണ തന്നെ വറുക്കണേ. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. എൻ്റെ വീട്ടിലെ അമ്മയൊക്കെ ഈ പാടത്തിൻ്റെ സൈഡ് വഴിയൊക്കെ ചേമ്പ് വരുവേ. ആ ചേമ്പ് പറിച്ചിട്ടാണ് ചെമ്മീനൊക്കെ ഇട്ട് ഇതേപോലെ തേങ്ങ അരച്ച് വെച്ച് കടുക് വറക്കും. എന്ത് രുചിയാണെന്നറിയാവോ. അതേപോലെ പരിപ്പിട്ട് വെക്കും. അപ്പോൾ കടുകൊക്കെ നല്ലവണ്ണം പൊട്ടി വരുന്നുണ്ട്. എന്നിട്ട് 2 ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. വട്ടത്തിൽ അരിഞ്ഞതാണ്. ഇനി നമുക്ക് ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ആ ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂക്കട്ടെ. അപ്പോൾ ഇങ്ങനൊരു കറി ഉണ്ടാക്കാൻ ആരും മറക്കരുതേ. കുമ്പളങ്ങയും ചൊരക്കയോ ഒക്കെ കിട്ടുമ്പോൾ ചെമ്മീനോ പരിപ്പോ ഒക്കെ ഇട്ട് ഇങ്ങനെ തേങ്ങ അരച്ച് കടുക് വറുക്കുന്നത് നല്ലതാണ്. താളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഈ മഴക്കാലത്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ വെക്കുന്നത്. നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്കിത് തീ ഒന്ന് ഓഫാക്കണേ. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിക്ക് നല്ലൊരു നിറമൊക്കെ കിട്ടുവേ. തീ ഓഫാക്കിയിട്ട് വേണേ ഇടാനായിട്ട്. എന്നിട്ടൊന്നങ്ങ് ഇളക്കിയിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.